ഈ ശബരിമല കേസിലെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, തന്ത്രിക്ക് പ്രത്യേകിച്ച് കൊമ്പ് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ, തന്ത്രി അറസ്റ്റ് ചെയ്യാൻ പോയപ്പം BJP-കാരെല്ലാവരും കൂടെ തന്ത്രിയുടെ വീട്ടിലോട്ട് പോയി. ED തന്ത്രിയെ മാത്രം റൈഡ് ചെയ്യണ്ട എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു. അത് എന്നറിയാം. ഇപ്പം ഈ വിഷയമായി ബന്ധപ്പെട്ട് ഇപ്പം ദേവസ്വം ബോർഡ് അതിലെ ഉദ്യോഗസ്ഥരാണ്, പരീക്ഷ എഴുതി വരുന്നവരാണ്, അല്ലെങ്കിൽ കോടതി കമ്മീഷന് വയ്ക്കുമ്പം അതിലുള്ള വക്കീലന്മാരെല്ലാം കോടതി നിയമിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ജനപ്രതിനിധികളെ അവരുടെ നേരെ ആരോപണം വരുമ്പോൾ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ടു വന്നവരാണ്. പിന്നെ രാഷ്ട്രീയക്കാർ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ വരുന്നവരാണല്ലോ. അവരേത് സമയം വേണമെങ്കിലും ഇപ്പോൾ അവർ സംശയത്തിന് നിഴലോ അല്ലെങ്കിൽ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ അവർ ആ നിമിഷം മാറ്റാൻ പറ്റും. കാരണം അവരെല്ലാവരും ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായി വന്നവരല്ലേ. തന്ത്രി അങ്ങനെ ഒരു സ്ഥാനമല്ലല്ലോ. മുമ്പുണ്ടായിരുന്ന തന്ത്രിയില്ലേ, പുള്ളി പുറത്തു പറയാൻ പറ്റാത്തൊരു കേസ് ആണ് പുള്ളിയുടെ പേരിലുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് കോടതി ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് പുള്ളിക്ക് ഗായത്രി മന്ത്രം പോലും അറിയത്തില്ല, സംസ്കൃതം തന്നെ അറിയാത്തൊരു പുള്ളി. അപ്പം എന്നിട്ടാണ് അത് കഴിഞ്ഞ ഉടനെയാണ് ഈ തന്ത്രി വരുന്നത്. അപ്പം ഇദ്ദേഹവും ഈ സംശയത്തിൻ്റെ നിഴലിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്തപ്പെടുന്ന അതെനിക്ക് മനസ്സിലാകുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് തന്ത്രിയെ കുടുക്കിയതാണ്. ആ തന്ത്രിയെ മാത്രം കുടുക്കിയെന്ന് പറഞ്ഞാൽ ഈ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയിരിക്കുന്ന ബാക്കി ആരുടെ പേരിലും പ്രത്യേകിച്ച് വലിയ തെളിവൊന്നും വന്നിട്ടില്ലല്ലോ. എല്ലാവരുടെ പേരിലും അന്വേഷണവും ഒക്കെ നടക്കുകയാണ്. തന്ത്രിയുടെ പേരിലും അന്വേഷണം നടക്കുകയാണ്. അത് നടക്കട്ടെ. അതെന്തിനാ കുടുക്കി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകും. തന്ത്രിയോടൊരു പ്രത്യേക സ്നേഹം. ഇപ്പം BJP അത് പറയുന്നത് എന്താണ്, ഹിന്ദുവിനെ സംരക്ഷിക്കണം എന്ന് പറയുന്നവരാണല്ലോ BJP-ക്കാർ. ഇപ്പം വിശ്വാസികളെ സംരക്ഷിക്കണം എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് വിശ്വാസികൾ ആദ്യം ചിന്തിക്കേണ്ടത് ഈ കാര്യമാണെന്ന് തോന്നുന്നു. വിശ്വാസികൾക്ക് ഒരു ആശങ്ക തോന്നണമല്ലോ, ഇങ്ങനെയുള്ള ഒരാൾ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ തൊട്ട് മുമ്പത്തെ പോലത്തെ തന്ത്രി, ഇങ്ങനെയുള്ള ആളുകളെയാണ് ഇത് നമ്മൾ നേരിട്ട് ഏൽപ്പിക്കുന്നത്. ഈ അമ്പലത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് ഏൽപ്പിക്കുന്നത്, ദൈവത്തിനെ നേരിട്ട് ഏൽപ്പിക്കുന്നത്. അപ്പം വിശ്വാസികൾക്ക് ആ ഒരു ആശങ്ക ഉണ്ടാവണ്ടേ. പക്ഷേ തന്ത്രിയെ കുടുക്കി എന്നുള്ള ആശങ്ക പരത്താനാണ് ശ്രമിക്കുന്നത്. തന്ത്രി എന്തോന്നാണ് ഇപ്പം നമ്മളെ ഇവിടെ ഒരു കുടുംബശ്രീയിലെ ചേച്ചി പറഞ്ഞല്ലേ, എന്താണ് തന്ത്രി വലിയ ഹിന്ദുവും ബാക്കി നമ്മളൊക്കെ കുറഞ്ഞ ആളുകളുമാണ് എന്ന് ചോദിച്ചാൽ, ഈ സംശയത്തിൻ്റെ നിലയിൽ നിർത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥർ കുറേ പേരൊക്കെ രാഷ്ട്രീയക്കാർ, അവരൊക്കെ ഹിന്ദുവാണ്. അപ്പം അവർ കുറഞ്ഞ ഹിന്ദുവും തന്ത്രി കുറച്ച് കൂടിയ ഹിന്ദു.